ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണി സംവിധാനം തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാണല്ലോ CPM. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പാർട്ടിയാണ്. മാത്രമല്ല CPM-ന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. എന്നാൽ ഇപ്പോഴത്തെ തിരിച്ചടി CPM-നെ സംബന്ധിച്ച് താങ്ങാനാവാത്തതാണ്. പാർട്ടി പ്രവർത്തിക്കുന്നത് എണ്ണയിട്ട തന്ത്രം പോലെയാണ് എന്നാണ് എപ്പോഴും വിശേഷിപ്പിക്കാറ്. കാരണം അതിന് കൃത്യമായൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് CPM ഇപ്പോഴും പ്രവർത്തിക്കുന്നത്, എല്ലായ്പ്പോഴും പ്രവർത്തിക്കുന്നത്. ഏറ്റവും താഴേക്കിടയിലുള്ള കമ്മിറ്റിയാണ് ബ്രാഞ്ച് കമ്മിറ്റി, അതിനു മുകളിൽ ലോക്കൽ കമ്മിറ്റി, പിന്നീട് ഏരിയ കമ്മിറ്റി, അതിനു മുകളിൽ ജില്ലാ കമ്മിറ്റി, പിന്നീട് ജില്ലാ സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ. ഇങ്ങനെയാണ് CPM-ന്റെ ഘടന. അതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം മുകളിൽ നിന്ന് എടുത്താൽ കീഴ്ഘടകങ്ങൾ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് പരമ്പരാഗത രീതി. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത്തരമൊരു രീതി അവലംബിച്ച് കണ്ടില്ല എന്നുള്ളത് CPM നേതൃത്വത്തെ ഞെട്ടിക്കുന്ന കാര്യമാണ്. 2026-ൽ പാർട്ടിക്ക് സംഭവിച്ച തെറ്റുകൾ, പോരായ്മകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ പൊരുമയാണ്. പിണറായി വിജയന്റെ ഏകാധിപത്യം മൂലമാണ് ഈ പാർട്ടി ഇത്രയും തകർന്നടിഞ്ഞത് എന്നായിരുന്നു എല്ലാ ഘടകങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് പിണറായി വിജയന് മാത്രമാണ് ഇതിന്റെ ഈ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് ഓരോ ഘടകങ്ങളും എണ്ണി പറഞ്ഞിട്ടും പിണറായി വിജയൻ തിരുത്താൻ തയ്യാറാകുന്നില്ല. CPM-ന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കസേര എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെയാണ്. സംസ്ഥാന സെക്രട്ടറി പറയുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടിയിലെ ഒരു ഘടകവും ഒരു നേതാവും ചലിക്കാറില്ല. അതാണ് CPM-ന്റെ ചരിത്രത്തിൽ നമ്മൾ ഇന്നോളം കണ്ടത്. എന്നാൽ അവിടെ നിന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി പിണറായി വിജയന്റെ വെറും ഒരു നിഴൽ മാത്രമായി അദ്ദേഹം മാറിയിരിക്കുന്നു. പാർട്ടിയും ഭരണവും ഒരുപോലെ പിടിച്ചെടുത്ത പിണറായി വിജയൻ എന്ന് പറയുന്ന ഏകാധിപതിക്കെതിരായിട്ടുള്ള ഒരു ആഞ്ഞടിക്കൽ കൂടിയായിരുന്നു സഖാക്കളുടെ ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ UDF-നെ വിജയിപ്പിച്ചത് പിണറായി വിരുദ്ധ തരംഗമായിരുന്നു. അല്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമോ LDF-ന്റെ പൊതുവായ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേണോ ആയിരുന്നില്ല. ഓർക്കുക, CPM പോലുള്ള ഒരു പാർട്ടിയിൽ പരസ്യമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം ആരെങ്കിലും നടത്തിയാൽ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നിലപാടാണ്, നയമാണ് CPM-നുള്ളത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതത് ഘടകങ്ങളിൽ വന്ന് നിന്ന് പറയുക. ഇതാണ് CPM-ന്റെ എക്കാലത്തെയും നയം. അതിന് വിരുദ്ധമായി പുത്തലത്ത് ദിനേശൻ, കേന്ദ്ര കമ്മിറ്റി അംഗം, ഇപ്പോൾ ഇതാ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം എണ്ണി കാര്യങ്ങൾ പറയുന്നു. CPM നേതാക്കൾ അന്തം വിട്ടു നിൽക്കുകയാണ്. പിണറായി വിജയൻ എന്ത് ചെയ്യുമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുന്നു. ഗോവിന്ദ മാസ്റ്റർ ആണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നിശ്ചലമായി നിൽക്കുന്നു. കാരണം ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പരസ്യമായി പറയുന്നു ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടി തോറ്റതെന്ന്. പുത്തലത്ത് ദിനേശൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അദ്ദേഹം ആദ്യമായി പറയുന്നത് പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നീ ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റായിരുന്നു. അവിടെ CPM-ന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള V കുഞ്ഞികൃഷ്ണനാണ് CPM-ന് എതിരായി മത്സരിച്ചത്. അദ്ദേഹത്തിന് എതിരായി നിന്ന T മധുസൂദനൻ ദയനീയമായി പരാജയപ്പെട്ടു. മറ്റൊന്ന് CPM നേതാവായിട്ടുള്ള TK ഗോവിന്ദൻ, അദ്ദേഹവും തലയെടുപ്പുള്ള കണ്ണൂരിലെ നേതാവാണ്. അദ്ദേഹമാണ് തളിപ്പറമ്പിൽ മത്സരിച്ചത്. എതിരായി മത്സരിച്ചത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ തന്നെ പാർട്ടി സഖാക്കൾ ഒന്നടക്കം പറഞ്ഞിരുന്നു അരുതെന്ന്. പക്ഷേ സഖാക്കളുടെ വികാരങ്ങൾ മാനിക്കാതെയാണ് PK ശ്യാമളയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെയും ശ്യാമള തകർന്നടിഞ്ഞു. രണ്ടാമതായി പറയുന്നത് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A പത്മകുമാർ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ അപ്പോൾ നടപടി എടുക്കണമായിരുന്നു. പക്ഷെ നടപടി ഉണ്ടായില്ല. അത് സഖാക്കൾക്കിടയിൽ വലിയ വികാരമുണ്ടാക്കി, വലിയ രോക്ഷമുണ്ടാക്കി. പാർട്ടിയുടെ സമുന്നതനായ നേതാവ് ജയിലിൽ കിടന്നപ്പോഴും നടപടിയെടുക്കാതെ പാർട്ടി നേതൃത്വം മൗനം പാലിച്ചു. തീർന്നില്ല, വീണ്ടും പുത്തലത്ത് ദിനേശൻ എണ്ണി പറയുന്ന മൂന്നാമത്തെ കാര്യം പാർട്ടിയിലെ ഉന്നതരായിട്ടുള്ള 6 സഖാക്കൾ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മാത്രമല്ല പാർട്ടിയിലെ പരമോന്നത നേതാക്കളിൽ ഒരാളായ G സുധാകരൻ അടക്കം 6 നേതാക്കൾ ഇത്തവണ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ്. അതിനെ എതിർക്കാൻ, അതിനെ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ കൊണ്ടും തീർന്നില്ല, ഇനിയും നിൽക്കുന്നു വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ മുസ്ലിങ്ങൾക്കെതിരായി ആഞ്ഞടിച്ചു കൊണ്ടിരുന്നപ്പോൾ
അതാ വരുന്നു പിണറായി വിജയന്റെ കാറിൽ നിന്നും ഇറങ്ങി അയ്യപ്പ സംഗമത്തിലേക്ക്. എന്ത് സന്ദേശമാണ് പാർട്ടി നേതൃത്വം നൽകുന്നതെന്നാണ് പുത്തലത്ത് ദിനേശൻ ചോദിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തെ ചെറുക്കാൻ CPIM തയ്യാറായില്ല. അതിനു പകരം അയാളെ പിണറായി വിജയന്റെ കാറിൽ കൊണ്ടുവന്ന് ഇറക്കുന്ന കാഴ്ച ഇതെല്ലാം പാർട്ടി സഖാക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി പുത്തലത്ത് ദിനേശൻ പറയുന്നത് ജനങ്ങളുടെ വികാരം മാനിക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. താഴേക്കിടയിലുള്ള ഏറ്റവും ചെറിയ ഘടകത്തിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ സാധാരണ സഖാക്കൾ വരെ പറയുന്നത് ഞങ്ങളുടെ വികാരം, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതൃത്വം പരാജയപ്പെട്ടു. അതായത് പിണറായി വിജയനും ഗോവിന്ദനും അടക്കമുള്ള കോക്കസ് പരാജയപ്പെട്ടു എന്ന്. പാർട്ടിയുടെ സാധാരണ അണിയുടെ വികാരം എന്താണെന്ന് അറിയുന്നതിൽ അവർ പരാജയപ്പെട്ടു. പിണറായി വിജയൻ 50-ലധികം വരുന്ന ആർഭാട വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി 40-ലധികം വരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുടെ അകമ്പടിയോടുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിലസിയപ്പോൾ, ജനങ്ങളെ വിരട്ടി മാറ്റിക്കൊണ്ട് പിണറായി വിജയൻ അങ്ങനെ വിലസിയപ്പോൾ അത് പാർട്ടി നേതാക്കളുടെ ഏറ്റവും ചെറിയ താഴേക്കിടയിലുള്ള പാർട്ടി അംഗത്തിന്റെ നെഞ്ചിൽ കൂടിയാണ് പിണറായി വിജയൻ വണ്ടി ഓടിച്ചതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി മുന്നണി സംവിധാനത്തിലേക്ക് വരാം. LDF എന്ന് പറയുന്ന സംവിധാനം തകർന്നടിയുകയാണ്. അതിലെ ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. CPM എന്ന് പറയുന്ന LDFിലെ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള അന്തചിത്രത്തെക്കുറിച്ച്. ഇനി എന്താണ് മുന്നണിയിലെ സംവിധാനം എന്ന് നമുക്ക് നോക്കാം. കേരള കോൺഗ്രസ് എം, NCP, കേരള കോൺഗ്രസ് B, INL, ജനാധിപത്യ കേരള കോൺഗ്രസ്, RSPL, കേരള കോൺഗ്രസ് S എന്നിവർ അടങ്ങുന്ന CPM, CPI, RJD ഇത്രയും പേർ അടങ്ങുന്നതാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം. ഇതിൽ CPA, CPM-ഉം CPI-ക്കും RJD-ക്കും മാത്രമാണ് ഇത്തവണ MLA മാർ ഉണ്ടായത്. CPM-ന് 24, CPI-ക്ക് 8, RJD-ക്ക് 1. ആർക്കും തന്നെ നിയമസഭയിൽ പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് തന്നെ CPM നേരത്തെ അറിയിച്ചതനുസരിച്ച് ജൂൺ 15-ന് ശേഷം മുന്നണി യോഗം കൂടും. പാർട്ടി എന്തുകൊണ്ട്, അല്ലെങ്കിൽ LDF എന്ന് പറയുന്ന മുന്നണി സംവിധാനം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത്തരമൊരു യോഗം ചേർന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ പാർട്ടികളും കേരള കോൺഗ്രസ് എം യോഗം ചേർന്നു, NCP, കോൺഗ്രസ് B, INL യോഗം ചേർന്നു, ജനാധിപത്യ കേരള കോൺഗ്രസ്, RSPL, കേരള കോൺഗ്രസ് S, CPM, CPI, RJD ഇവരെല്ലാം യോഗം ചേർന്നു. പക്ഷേ ഓരോരുത്തരും, ഓരോ പാർട്ടികളും എന്തുകൊണ്ടാണ് തോറ്റതെന്ന് അവരവരുടെ തീരുമാനം എടുത്തെങ്കിലും സംയുക്തമായി ഒരു LDF യോഗം ചേർന്ന് അതിൽ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജൂൺ 15-ന് ശേഷം LDF യോഗം വിളിക്കുമെന്നുള്ള വാക്ക് പാഴായി. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള CPM-ഉം CPI-ക്കും RJD-ക്കും മാത്രമായി അവർ തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നു. നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളിലും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിയമസഭയിൽ വലയുകയാണ്, ഒരു ഏകോപനവുമില്ലാതെ. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഓഹരി വിറ്റഴിച്ചത് 13,000 കോടിയിലധികം രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചത്. ആ ഒരു വിഷയത്തിലടക്കം CPM-നും CPI-ക്കും RJD-ക്കും ചേർന്ന് ഒറ്റ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. മറ്റു പാർട്ടിയുടെ നിലപാട് ഇക്കാര്യത്തിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. മറ്റൊന്നാണ് PM ശ്രീ. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇടതുമുന്നണിയുടെ പൊതുവായിട്ടുള്ള തീരുമാനമെന്ന് നമുക്ക് ഇതുവരെയും അറിയാൻ കഴിയുന്നില്ല. LDF-ലെ ഘടകകക്ഷികൾക്ക് അത് അറിയാൻ കഴിയുന്നില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തതല്ലോ പിണറായി വിജയനാണ്. പക്ഷെ പ്രതിപക്ഷ ഉപനേതാവ് ആര് അതിനെ ചൊല്ലി CPM-ഉം CPI-ഉം തമ്മിൽ ഇപ്പോഴും തർക്കം തുടരുന്നു. പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി ആരാണ് അതിനെ സംബന്ധിച്ചും തർക്കം തുടരുകയാണ്. ആരാണ് വിപ്പ് എന്നതിനെ സംബന്ധിച്ചും തർക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം ഇന്ന് വാർത്താ സമ്മേളനം ചേർന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം ഉഴപ്പി വിടുകയാണ് ചെയ്തത്. ഇനി ഇത് കൂടാതെ CPM-ൽ പിണറായിക്കും MV ഗോവിന്ദനും എതിരായ പുതുചേരി കീഴ്ഘടകങ്ങളെ മറികടന്നുള്ള തളിപ്പറമ്പിലെ MV ഗോവിന്ദന്റെ ഭാര്യയായ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി വീഴ്ചയേറ്റു പറഞ്ഞത് സംസ്ഥാന നേതൃത്വം ശരിവച്ചു. ഇത്രയും വിശദീകരിച്ചാണ് MA ബേബി MV ഗോവിന്ദനെതിരായ ഉൾപാർട്ടി വിമർശനത്തിന് അടിവരയിട്ടത്. MV ഗോവിന്ദനും പിണറായി വിജയനും തിരുത്തണം, നേതൃമാറ്റം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടേക്കില്ലെന്ന തിരിച്ചറിവിൽ കൂടിയാണ് CPM-ൽ പുതുചേരി ശക്തിപ്പെടുന്നത്. അതേസമയം പാർട്ടിക്ക് അകത്തും പുറത്തും എതിർക്കേണ്ടിടത്ത് എതിർക്കുമെന്നും ഇനിയൊരു ആനുകൂല്യം പിണറായിക്ക് പോലും കിട്ടില്ലെന്നുമുള്ള വ്യക്തമായ സൂചന കഴിഞ്ഞ ദിവസം സഭയ്ക്കകത്തുണ്ടായി. സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ KN ബാലഗോപാൽ വിമർശിക്കുമ്പോൾ പിണറായി എതിർ സ്വരം ഉയർത്തുന്നതും
ഉടൻ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഭരണപക്ഷം പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കേണ്ടതില്ലെന്നും അതേ സ്വരത്തിൽ ബാലഗോപാൽ പിണറായിക്ക് മറുപടി നൽകുന്നതിനും സഭ സാക്ഷിയായി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് ഇടതുമുന്നണി ചേരാത്ത കാരണം പോലും CPM-ലെ ഈ ചേരിതിരിവാണെന്ന് ഘടകകക്ഷികളിലും മുറുമുറുപ്പുണ്ട്.